ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയനും പെങ്ങളും മക്കളൊക്കെ കുട്ടികളെ കണ്ടു പോലെ എന്താ കൊടുക്കുന്നത്, കുറേ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കണ്ടല്ലോ. അവർ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മോനും മോൾക്കും കൊടുക്കുന്നു കേട്ടോ. ഒരുപാട് പ്രസവിച്ച് കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് നല്ല രസമുണ്ടാവും. പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് നല്ല മേക്കപ്പ് ഉണ്ടാവും കൂടുതൽ നേരം. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല, അപ്പൊ ആൾക്കാർ എന്നോട് എന്താ വെച്ചാൽ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. ഞാൻ 2 ദിവസം റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞില്ലേ അല്ലേ? നമ്മൾ കുറെ ഇട്ടിട്ട് ആൾക്കാർ വെറുപ്പിച്ചതല്ല, അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ചാണ്. ബാഡ് കമന്റ് അല്ല, ഓൾ ഇന്നെ കാണാൻ വേണ്ടിട്ട് ചൊറുക്കായിട്ട് നിക്കുക ഗൈസ്. പർപ്പിളിന്റെ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു. അതായത് നമുക്ക് എഗ്രിമെന്റ് ആണ് അത് ചെയ്തോളൂ. ഇപ്പൊ അവള് ഇപ്പൊ കേൾക്കും, കാരണം നാളെ ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. നാളെ ഞങ്ങൾക്ക് എന്താണ് ഷൂട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ അതിന് നമുക്കൊന്ന് ഇതാക്കി നോക്കിയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഓലൊക്കെ എത്തി, ഫുഡൊക്കെ കഴിച്ചു, കുട്ടീനെയൊക്കെ കണ്ടു, കുട്ടിക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഇനി ഒരു റിട്ടേൺ പോവുകയാണ്. ഒരു കുട്ടീനെ കാണാനായിട്ട് നാട്ടിലോട്ട് എത്തിയാണ്. ഒരുപാട് സന്തോഷം, കാരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കാരണം എത്രയോ മല പോലെ വന്ന കുറേ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒരു ചെറിയ കല്ല് പോലെ അതെടുത്ത് മാറ്റി എന്നുള്ളതാണ്. എല്ലാവരും മനസ്സൊന്നും ആ കറകളൊക്കെ മാറി ഒത്തുകൂടുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യങ്ങളില്ലേ. അതുകൊണ്ട് ഒരുപാട് സന്തോഷം, കാരണം നമ്മളിതൊന്നും ഇനി ഉണ്ടാവില്ല, എല്ലാ തകിടം മറിഞ്ഞു എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചിരുന്ന ആളാണ്. ഇപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി പോട് കാണുമ്പോൾ തന്നെ നമുക്ക് പൈസയും കൊണ്ട് കിട്ടാത്ത പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ പെട്ടൊക്കെ കിട്ടും ഗൈസ്. ഇത് എന്തായാലും ആ സമയത്തൊക്കെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഈ റൂം ഈ കയ്യേറിയർക്ക് ഇവിടെ എന്തൊക്കെയാ നോക്കിയ ഗൈസ്, ഇതൊക്കെ നമുക്ക് ഞാനും സീനും നിൽക്കുന്നുണ്ട്, ഇവിടെ ഞാനും സീനും നിൽക്കുന്നുണ്ട്, ഇവിടെ ഞാനും സീനും നിൽക്കുന്നുണ്ട്, ഇവിടെ ഞാനും സീനും നിൽക്കുന്നുണ്ട്. ഇത് ഒരു നൊസ്റ്റാൾജിക്കൽ ഫീൽ ഇല്ലേ? എന്റെ പുഞ്ചിരി പാലിനുള്ളിലേ, ഇതുണ്ട് ആ സാധനം. ഇത് നമ്മുടെ ഞാനും നീയും. ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റോപ്പിൽ കയറിയതാണ്. തുണി ഇട്ടിട്ട് റോപ്പിൽ കയറിയ മനുഷ്യന് ആദ്യമായിട്ടാവും. ഇതിന് ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചേക്കണേ. ഇത് ഞങ്ങളിപ്പോൾ അടുത്തെടുത്തൊരു ഫോട്ടോ ആണ്. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫോട്ടോ ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറിയതാണ് അല്ലേ. അപ്പോൾ ഒരു ഓർമ്മക്കായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ന്യൂ ബേബിയും എന്താണ് 2 ദിവസത്തെ ഇന്നെ മിസ് ചെയ്യുന്നോ എനിക്ക്? ഇക്ക നിങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ്. എൻ്റെ നാട്ടിൽ എനിക്ക് പഞ്ചായത്ത് മേളയാണ്. പെറ്റാണെന്ന് അവനാൻ്റെ പെരയിൽ ഇങ്ങനെ കടന്നൂടെ. ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പോരി, നിങ്ങളില്ലാതെ എനിക്ക് പറ്റണില്ല, അതാണ് ഇതാണ്. എന്താ മഹരിബിന് ഞാൻ എന്തോ ഒരു ടെൻഷൻ വരെ ശരിയാവും. കുഴപ്പമൊന്നുമില്ലല്ലോ, ഹെൽത്ത് ഒക്കെ അല്ലേ? ആദ്യത്തെ പ്രഗ്നൻസിന്റെ മാതിരി പ്രശ്നങ്ങളുണ്ടോ ഇതിന്? ഇതുവരെ ഇല്ല. നമുക്ക് കുട്ടീനെ കണ്ടിട്ട് എന്താ തോന്നണേ? ഒന്ന് മാറിയോ? കുട്ടി മാറിയോ? ഏകദേശം ആരും മനസ്സിലായിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് പാപ്പക മുടിയില്ലല്ലോ, അതും കൂടി ഉണ്ട്. എനിക്ക് ഞാൻ പെറ്റപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചിരിക്കണം, അത് പാപ്പാന്റെ അതേ മൂക്കും പാപ്പാന്റെ അതേ ചുണ്ടും ചെറിയ മോറും മുടി അടക്കം അങ്ങനെ തന്നെയാണ്. കാത് നോക്ക്, കാത് നോക്ക്. അപ്പൊ കഴിച്ചു പാപ്പ വീട്ടിൽ ജനിച്ചു മാതിരി ചിലപ്പോ ആ ഒരു മുഖക്കെട്ട് വരും, ആ ഒരു ഷേപ്പെങ്കിലും വരും. അങ്ങനെയാണ് വരുന്നത്. അത് കണ്ടിട്ടാണ് ഈ നെറ്റിയെ ഇവിടെ വാപ്പാക്ക് ഇവിടെ മുടിയില്ല. വാപ്പ ഈ മുടിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കാട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കാട്ടും. അമ്മ വാപ്പാനെ ഇങ്ങനെ നോക്കി നിൽക്കണം. വാപ്പാനല്ല, വാപ്പാനെ മോഹിച്ചാലുള്ള കുട്ടീനെ അങ്ങനെ കാണിച്ചാന്നല്ലോ. ഇവിടെ മന്തിയൊക്കെ വെച്ചിട്ട് വെറുംചോറ് എന്തിനാ? മന്തിയോട് വലിയ താല്പര്യമില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി പോലും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി കൊടുക്കുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പോന്നിട്ടുള്ളത്. അങ്ങനെ അലേഹ ഉറങ്ങണ്, മറ്റേ കുട്ടി 2 ആള് നല്ല ഉറക്കത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനിവർ നേരെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് എനിക്ക് രാവിലെ ഇങ്ങോട്ട് തന്നെ പോരണം. ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് നാളെ ഒരു ചെറിയൊരു ന്യൂ ബോൺ ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാ ഇവിടുന്ന് മുടി കളയണോ അതോ അവിടുന്ന് മുടി കളയണോ? ഇവിടുന്ന് കളയാൻ അവിടുന്ന് കളയാണെങ്കിൽ കളയിലും കുളിപ്പിക്കലൊക്കെ പാടെ സെറ്റാവും.
ഞാൻ അവനോട് ചോദിച്ചിട്ട് അവിടെ കളയാനുള്ള സെറ്റപ്പ് ഉണ്ടോ വെച്ച് നോക്കാം. അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഇവിടുന്ന് കളയാം കേട്ടോ. പിന്നെ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു നൗഫലെ 3 ആട് നടക്കേണ്ട ആവശ്യമില്ല, ഒരു വയസ്സായ ഒരു പോത്തിനെ വാങ്ങിയിട്ട് നീത്ത് വെച്ച് അറുത്താൽ മതി എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു. ഇപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അതിപ്പോൾ ചെയ്യുന്നില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മെല്ലെ ചെയ്താലും മതിയല്ലോ. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ആദ്യം മോളോട് യാത്ര പറയണം, അപ്പോൾ മോനോടും പറയണം. അതായത് ഒരു മകളിൽ നിന്ന് മക്കളായി. ഞാൻ സിനുവിനോട് പറഞ്ഞു എന്താ പറഞ്ഞേ, ഞാൻ അത് കണ്ടപ്പോഴേ എന്ത് നിങ്ങള് ക്യാപ്ഷൻ കൊടുത്തപ്പോഴേ സിനുവിന് മക്കളെയും വീട്ടിലാക്കി എന്ന് പറഞ്ഞപ്പോൾ പറയാണ് ഞാൻ ഒരു തള്ളായിരുന്നു. സിനുവിനി മോളി എന്ന് പറഞ്ഞാൽ ഇത്ര കാലം എഴുതിയിരുന്നത്. ഇത്ര കാലം നമ്മൾ ക്യാപ്ഷനിൽ എഴുതിയ സിനുവിനി മോളി തനിച്ചാക്കി പോന്നു, അല്ലെങ്കിൽ സിനുവിനി മോളി വീട്ടിലാക്കി പോന്നു, അല്ലെങ്കിൽ സിനു മോളില്ലാത്ത യാത്ര, ഇനി സിനു മക്കളും ഇല്ലാത്ത യാത്ര, സിനു മക്കളേനെയും കുടിയിലാക്കി പോന്നു. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ജയിക്കാം ഒരു ഫോൺ വിളിക്കുമ്പോൾ, എടി മോളെന്താ ചെയ്യണേ, മോളെന്താ ചെയ്യണേ, മറ്റേത് മോളെന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഇനി അടുത്ത കുട്ടി വരുമ്പോൾ മോളെന്താ ചെയ്ത്, മോനെന്താ ചെയ്ത്, അല്ലെങ്കിൽ പേര് വിളിച്ചിട്ട് മക്കളുടെ എണ്ണം കൂടും. സനാ പുള്ള യാർ മാതിരി നീ സൊല്ല യാർ മാതിരി இருக்குது உனக்கு அலேகனை பிடிக்குமா இந்த புள்ளைய பிடிக்குமா? எந்த புள்ள சுந்தரனா இருக்கு? സാനെ കണ്ടത്ര വയ്ക്കണേ പെരുസ് പുള്ള എന്റെ പെരുസ് കുട്ടി കളിക്കണോ കേൾക്കാം. ആൾക്കാരൊക്കെ വന്നു പോയോ? ഗിഫ്റ്റൊക്കെ ഒരുപാട് കിട്ടിയ കുട്ടിക്ക്. ഇതിനൊന്നുമില്ലേ? സൗഫി കുറെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഞാൻ നാളെ കാണിച്ചത്. ഇപ്പൊ നേരമില്ല. പോവാ ഉമ്മതാ സെൽഫി മക്കനെ കിട്ടിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങണം കഴിച്ചു. ആരെ വിജയോ അലേ ഉറങ്ങി, 2 ആളും ഉറങ്ങി. സനാ പോവാ, உங்களுக்கு 7 മണിക്കല്ലേ ട്രെയിന്? ഇപ്പൊ പോയാത്താ അപ്പ എത്തുവേ. ബ്ലോക്കിൽ പെട്ടാലാ ഇന്ന് എന്താഴ്ചയാണ്? പഠിച്ച തമ്പുരാനെ, ഞായറാഴ്ച ബ്ലോക്കാവി. നടക്കി മക്കളെ, നടക്കി ഇന്ന് ട്രെയിനാണെങ്കിൽ കിട്ടൂല. അന്ന് ഞങ്ങള് മലങ്ങിക്കണ ബ്ലോക്ക് പോട്ടിട്ടെ. ഒന്ന് പെരിന്തൽമണ്ണ വരെ ഞങ്ങള് വേത്തി ബ്ലോക്കിൽ പെട്ടത് പോട്ടെ. ഈ ഫോണിൽ ഞാൻ നോക്കും ബ്ലോക്ക് എവിടെ എത്തിയിട്ടുണ്ടാവൂല. ഒന്ന് കൂട്ടാട്ടെ ചങ്ങായി അറിയുമ്പോൾ പിന്നെ പോവാ ഉറങ്ങി ചുട്ടി ഉറങ്ങി, 2 ചുട്ടി ഉറങ്ങി. അങ്ങനെ ഒരു പെങ്ങളും അളിയനും മക്കളൊക്കെ എത്തി. ഇനി അടുത്ത ആൾക്കാരെപ്പോഴാ? ഉമ്മ പറഞ്ഞമാര് അടുപ്പും കല്ല് പോലെ 3 ആള് 3 അറ്റത്തേക്കാണ്. 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ 3 എണ്ണം 3 അറ്റത്തല്ലേ? കൊച്ചി കൊയിലാണ്ടി ഒരു ആൾക്കാരെത്തി. മറ്റോലെ എപ്പോഴെത്തുന്ന് പറഞ്ഞേ? ഒരു ഫ്രീ പോലെ, കാരണം ഇപ്പൊ അടുത്ത് പോയിട്ടല്ലേ ഉള്ളൂ. പോലെ ഒഴിവ് പോലെ ഇറങ്ങാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അന്ന് പ്രസവത്തിന്റെ ടൈമിൽ എന്നെ വിളിച്ചിരുന്നു, അളിയാ ഞാൻ വരണോന്ന് വെച്ചിരുന്നു വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞേ ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഫ്രീ ആകുമ്പോ ഇറങ്ങിയെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവര് വന്ന് നിങ്ങള് 2 ദിവസം കൂടി നിന്നിട്ട് പോയാ. അതെന്താ തമിഴില് പറയാ? இந்த ஊர்ல 2 நாள் നിന്നിട്ട് അപ്പുറമാ കിളമ്പളാം உங்களுக்கு சரியா? இங்க நிப்பாட்டு சரியா? நீ எதுக்கு മൂച്ച് വിടാതെ നിക്കറേ? വാന്തി വരുന്നുണ്ട്. അതായത് വാന്തി എന്ന് പറഞ്ഞാൽ ഛർദിക്കാൻ മരിച്ചിട്ട് കുട്ടി മൂക്ക് കുത്തിയിട്ട് ഇരിക്കണം കാറില്. സോഫി മാപ്പിളി എന്തിനു പോയിക്കണേ? അവർക്ക് ഇവിടെ നല്ല നെയ്സ് ബേക്കറിയിൽ നിന്ന് നല്ല ചിപ്സ് കിട്ടലുണ്ട്. ഞാനും വാങ്ങി വരലുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ വാങ്ങാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയിട്ട് കാര്യമില്ല, അത് തിന്നാനൊന്നുമില്ല. പിന്നെ ഉമ്മ പല്ലില്ലാത്ത ഉമ്മയാണ് തിന്നാനുള്ളത്. ഉമ്മക്ക് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് തൽക്കാലം ബേക്കറി വാങ്ങി കൊടുക്കുക. അത് അവിടെ ഇരുന്നിട്ട് എത്ര ഒരു ബേക്കറിയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളയുന്നത് ഞാൻ കാണുന്നതൊക്കെ. അപ്പൊ പിന്നെ വാങ്ങണ്ട. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അവിടെ പോയി ഞങ്ങളെ പെരയിൽ ആരും ചായ കുടിക്കുന്ന കുറവാ. അതാണ് മെയിൻ പ്രശ്നം. ചായ കുടിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ, ഞാൻ ആദ്യം ചായ കുടിച്ചിരുന്നു, ഇപ്പൊ ഞാൻ ചായ കുടിക്കലില്ല. പിന്നെ ഞാൻ വൈകുന്നേരത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയാൽ തന്നെ ചായക്ക് പകരം ജ്യൂസാ കുടിക്കല്. അങ്ങനെ ഞാൻ എണ്ണക്കടി അങ്ങനത്തെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ്. കണ്ടാലേ തിന്നോളൂ, എനിക്ക് നിർബന്ധമല്ല. കണ്ടതിനും ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് ആ നേരത്തെ കിട്ടിക്കോളണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ടല്ലോ. ഇവർക്ക് എത്ര മണിക്കാ ട്രെയിന്?
അപ്പൊ 7 മണിക്കാണ് ട്രെയിൻ. അപ്പൊ 2 ദിവസം കൂടി അവർക്ക് നിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞു. സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ വിളിച്ചിട്ട് എന്തേ ഒറ്റപ്പാലത്തേക്കോ അപ്പൊ കൊണ്ടാക്കാൻ വരി. അപ്പൊ ഞാൻ വരുമ്പോ ഒറ്റക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരണ്ടേ? നാളെ നിങ്ങള് വരുമോ? നാളെ നിങ്ങള് വരുമോ ഷൂട്ട് എടുക്കാൻ? പോരെ, വെറുതെ ഇങ്ങനെ കാറിൽ കുത്തിരുന്ന പോരെ? എന്നിട്ട് 2 ദിവസം 16,000 നിങ്ങളൊരു പവറുള്ള ആളല്ലേ. എന്തായാലും ഗൈസ് നാളെ ഷൂട്ട്, ബേബി ഷൂട്ടാണ്, ന്യൂ ബോൺ ഷൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് മുടി കളയാച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കളഞ്ഞു കഴിഞ്ഞാൽ മറ്റന്നാ അതിന്റെ പിറ്റന്നായിട്ട് നമ്മള് പ്രസവാനന്തര കേന്ദ്രം അവിടെയും പോയി. അവിടെ ഒരു 14 ദിവസം, അവിടെ 14 ദിവസം കഴിഞ്ഞാൽ വന്ന് ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇനി കിടക്കുന്നുണ്ട് അല്ലേ. പിന്നെ ആൺകുട്ടി ആവുകൊണ്ട് ചെക്കൻകുട്ടി ഇവിടെ കുറച്ചെടുത്ത്, ഇവിടുന്ന് 1/2 മണിക്കൂറില്ല ബസ്സിന്, കുറച്ചെടുത്താ. വന്ന് പോകാനൊക്കെ സുഖമാണ്. നല്ല അടിപൊളി സംഭവമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടായിരുന്നു. എനിക്ക് സുഖവും വലിയ സുഖമല്ല, എന്നാലും ഓൽക്കൊക്കെ വന്നു പോകാനും പെട്ടെന്നൊക്കെ ഇതാവാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ കുറവാണ്. അപ്പൊ കാണാൻ വരുന്നതൊക്കെ ഗിഫ്റ്റോട്ട് ഇങ്ങനെ. പിന്നെ ആൺകുട്ടി ആവുകൊണ്ട് സ്വർണ്ണം ആരും കൊണ്ടുവരരുത് കേട്ടോ. കാരണം സ്വർണ്ണോ ട്രൗസർ കുപ്പായ കൊണ്ടുവരുന്ന ട്രൗസർ കുപ്പായ അങ്ങനെ സ്വർണ്ണങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഞാൻ പറഞ്ഞതല്ല. അലേഹ പ്രസവിക്കുമ്പോ സ്വർണത്തിന് ചെറിയ പൈസ അല്ല, ഒരു 50 സംതിങ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ നേരെ തിരിച്ചാണ്. അപ്പൊ അതിന് എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇരട്ടി ഞാൻ കൊടുക്കണം. അതുകൊണ്ട് പറയാണ്, അടുത്ത പ്രാവശ്യം സ്വർണ്ണം ആരും കൊണ്ടുവരരുത് ദയവ് ഇത് പറയാണ്. നിങ്ങൾ മുട്ടായി തന്നോ എന്തോ കൊടുന്നു, കുഴപ്പമില്ല. സ്വർണ്ണം ഒരു തരി പോലും ഒരു മനുഷ്യനെ കൊണ്ടുവരരുത്. കാരണം അടുത്ത പ്രാവശ്യം നമ്മള് സ്ഥിതി എന്താണെന്നൊന്നും പറയാൻ പറ്റും. ഇത് തന്ന സാധനം കൊടുക്കണല്ലോ. ആണായാലും പെണ്ണായാലും ഇപ്പത്തെ കാര്യം കല്യാണത്തിന് പോലും സ്വർണ്ണം ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എന്തൊരു വില. ഇങ്ങനെയൊക്കെ 2 പവൻ ഞാൻ അടുത്തുണ്ടെങ്കിൽ 4 പവന്റെ മേനി വേണം. ഓ അപ്പൊ അത് നോക്കിട്ട് അല്ല, അപ്പത്തെ കാര്യങ്ങൾ നടന്നോ. എന്റെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ സ്വർണ്ണാണ്. ഇപ്പൊ കൊറേ ആൾക്കാര് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ ആ സ്വർണം കൊണ്ടുപോയി വിറ്റില്ലെങ്കിൽ എൻ്റെ നിന്ന് എത്ര രൂപ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ അന്നത്തെ കാര്യം നടക്കുമോ? അങ്ങനെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. അതൊക്കെ ശരിക്കും മണ്ടത്തരാ. ഞാൻ എന്താ ആലോചിക്കണേ, അന്ന് ആ സ്വർണം കൊണ്ട് എന്റെ കാര്യം നടന്നു. എനിക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം വന്നില്ല. സ്വർണ്ണമാണ്, വില കൂടും, വായിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഇന്നലെ 91,700 91,700 ഇന്ന് 740. എനിക്ക് ഇതിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അന്ന് സ്വർണം പോയി, അന്ന് 25 ഭാഗം കിട്ടി, അതൊക്കെ കൊണ്ടുപോയി വെച്ച് ചെറിയ പൈസക്ക് കൊടുത്തു, അന്ന് 25,000 റുപ്യക്കൊക്കെ കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു, അതിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ അന്ന് പോയത് ആലോചിച്ച് ഇന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെയാണ്. ഞാൻ ഇന്ത്യ സ്വർണം പോയാല് ഞാൻ കൊടുത്തതിലൊന്നും എനിക്ക് ഒരു ടെൻഷനോ ഒരു ഇതുമില്ല കേട്ടോ. കാരണം അന്ന് കൊടുത്ത അത്ര കിട്ടിയായിരുന്നു എന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ അനുഭവിച്ച പ്രഷറിൽ എനിക്ക് അന്ന് അത് കൊടുത്ത് എനിക്ക് സമാധാനം കിട്ടി, എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്നത്തേക്കാൾ മൂല്യം എനിക്ക് അന്നുണ്ടായിരുന്നു. അതിച്ചിട്ട് എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരാനില്ല അല്ലേ. നമ്മള് എരുവിലെത്തി. അങ്ങനെ അളേനെയും സോഫിനെയും കുട്ടികളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി. രാവിലെ തുടങ്ങിയ ഡ്രൈവറാണ് ഗൈസ് ഞാനിവിടെ. കണ്ണൊക്കെ വേദനിച്ചിട്ട് എപ്പോ തുടങ്ങി ഓട്ടാലേ. കോഴിക്കോട്ട് ഓട്ടം അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, അവിടുന്ന് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. ഇനി ഞങ്ങൾക്ക് പെരേക്ക് ഓടണം. ഓക്കെ, ബാത്റൂമൊക്കെ നോക്കണം. നമുക്കിനി വിടാം. എന്തായാലും ബൈ.